സിദ്ദിഖിന്റെ മകന്റെ സുഹൃത്തുക്കൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. പൊന്നാനിയിലേക്ക് സിദ്ദിഖിന്റെ കാർ കൊണ്ടുപോയ സുഹൃത്തുക്കളെ കസ്റ്റഡിയിലെടുക്കുകയാണ്. പിന്നീട് സിദ്ദിഖിന്റെ മകനെ വിളിപ്പിക്കുകയാണ്. സിദ്ദിഖ് എവിടെയെന്ന് പറഞ്ഞില്ലെങ്കിൽ കള്ളക്കേസ് എടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും ആരോപണമുണ്ട്. ഈ വാർത്ത നടൻ സിദ്ദിഖിന്റെ ജാമ്യാപേക്ഷ തള്ളി. അതിനുശേഷം നടൻ സിദ്ദിഖ് എവിടെയാണ് എന്നുള്ള ചോദ്യത്തിന് ഉത്തരവൊന്നും കിട്ടിയില്ല. കണ്ടവരുണ്ടോ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത്. സിദ്ദിഖിനെ പറ്റി യാതൊരുവിധ വിവരവുമില്ല. നമ്മൾ അപ്പോഴും പറഞ്ഞ ഒരു കാര്യമാണ്, സാധാരണക്കാരനായ ഒരു വ്യക്തിയായിരുന്നെങ്കിൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ. പക്ഷേ പോലീസിൻ്റെ അനങ്ങാപ്പാറ നയം ആണെന്ന് പറഞ്ഞുകൊണ്ട് പലരും വിമർശനമൊക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. സിദ്ദിഖിനെ പോലുള്ള ഒരു വ്യക്തിയെ ഒളിപ്പിച്ചു വെക്കാനുള്ള കഴിവുള്ളവരൊക്കെ തന്നെയാണ്. മലയാള സിനിമയിൽ തന്നെ സിദ്ദിഖിൻ്റെ പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ സിനിമയിലും സിദ്ദിഖിൻ്റെ റോളുകൾ ഒത്തിരി ഉണ്ടായിരുന്നു. എനിക്കൊന്ന് കോടിക്കണക്കിന് രൂപയുടെ ചിത്രങ്ങൾ സിദ്ദിഖ് കരാറിൽ ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നു. കോടികളുടെ കളികളാണ് ഇതൊക്കെ. അപ്പോൾ സിദ്ദിഖിനെ സംരക്ഷിക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു സിദ്ദിഖിനെയും വീട്ടുകാരേക്കാളുപരി ഈ പണം മുടക്കിയ മലയാള സിനിമ വ്യവസായത്തെ സംബന്ധിച്ച് ഏറ്റവും വലിയ അത്യന്താപേക്ഷിതമാണെന്ന് തോന്നുന്നു. കാരണം ഒത്തിരി ആൾക്കാർ കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ടുണ്ട്. അപ്പോൾ സിദ്ദിഖിന് ജാമ്യം കൂടെ കിട്ടിയില്ലെങ്കിൽ പിന്നെ പറയാനല്ലേ മലയാള സിനിമയുടെ അവസ്ഥ അല്ലേ. അപ്പോൾ ഏതായാലും സിദ്ദിഖുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കുറച്ച് നാളായിട്ട് സിദ്ദിഖിനെ അവിടെ പിടിച്ചു. സിദ്ദിഖിനെ ഇപ്പം പിടിക്കാൻ പോകുന്നു, സിദ്ദിഖിനെ ഇപ്പം അറസ്റ്റ് ചെയ്യാൻ പോകുന്നു. സിദ്ദിഖിനെ കൊച്ചിയിൽ തന്നെ ഉണ്ട് എന്ന് പറയുന്നു. സിദ്ദിഖ് അല്ല ഡൽഹിയിലേക്ക് പറന്നു, ഗൾഫിലേക്ക് പറന്നു, അതല്ല ടുണീഷ്യ, മലേഷ്യ എന്ന് വേണ്ട ലോകത്തിലെ വിവിധ രാജ്യങ്ങളുടെ പേരുകളും പലരും പറയുന്നത് കേട്ടു. ഏതായാലും സിദ്ദിഖ് അങ്ങനെയൊക്കെ പെട്ടെന്ന് പറക്കാനൊന്നും പറ്റിയ സിദ്ദിഖ് ഈ കൊച്ചിയിൽ തന്നെ എവിടെയെങ്കിലും കാണും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. ഏതായാലും സുപ്രീം കോടതിയുടെ ജാമ്യാപേക്ഷയുടെ വിധിയും കൂടെ വന്നതിന് ശേഷം മാത്രമേ സിദ്ദിഖ് പുറത്തു വരാനുള്ള സാധ്യത കാണും. ചിലപ്പം ജാമ്യം തള്ളിക്കഴിഞ്ഞാൽ സിദ്ദിഖ് കീഴടങ്ങാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇതിനിടയിൽ മകൻ ചില പരാതിയുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. സിദ്ദിഖിൻ്റെ മകനെയല്ല, മകനെതിരെ യാതൊരുവിധ പ്രശ്നവുമില്ല. പക്ഷേ സിദ്ദിഖിൻ്റെ മകൻ്റെ സുഹൃത്തുക്കളെ പോലീസ് പിടിച്ചു എന്നുള്ള പരാതിയുമായിട്ട് സിദ്ദിഖിൻ്റെ മകൻ അല്പം മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിദ്ദിഖിൻ്റെ മകൻ ഡൽഹിയിലാണ്. നാളെയാണ് സുപ്രീം കോടതി സിദ്ദിഖിൻ്റെ ജാമ്യാപേക്ഷ എടുക്കുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വേണ്ടിയായിരിക്കാം സിദ്ദിഖിൻ്റെ മകൻ അവിടെ പോയിരിക്കുന്നത്. ഏതായാലും അവിടെ നിന്ന് റിപ്പോർട്ടർ ടിവിയോട് ചില കാര്യങ്ങൾ സംസാരിക്കുന്നത് കേട്ടു. നമുക്കതൊന്ന് കേൾക്കാം. പറയാനുള്ളത് മാഡം, ഇന്നലെ SIT ടീം എന്റെ വീട്ടിൽ വന്നിരുന്നതാണ്. ഇന്നലെയും വന്നിരുന്നു. രണ്ടാമത്തെ തവണയാണ് എന്റെ വീട്ടിൽ വരുന്നത്. വീട് ഫുൾ സെർച്ച് ചെയ്തു. അതിനുശേഷം എന്റെ മൊഴിയും രേഖപ്പെടുത്തിയതാണ്. അവർക്ക് കൃത്യമായിട്ട് അറിയാം ഞാൻ ഇന്നലെ വൈകുന്നേരം ഡൽഹിയിലേക്ക് വരും എന്നുള്ളത്. ഇപ്പൊ ഞാൻ ഡൽഹിയിലാണ് മാഡം ഉള്ളത്. ഇപ്പൊ ഇന്ന് രാവിലെ 5:30 എന്റെ ഫ്രണ്ട് നദീറിനെയും പോളിനെയും അവർ താമസിക്കുന്ന ഇടങ്ങളിൽ നിന്നും SIT ടീം കൊണ്ടുപോയത്. ഈ വിവരം ഞാൻ അറിയുന്നത് ഏകദേശം രാവിലെ 11:30-ക്കാണ്. ഇതറിഞ്ഞതിന് ശേഷം ഞാൻ അവരുടെ വീട്ടിൽ അറിയിച്ച് അവരോട് കംപ്ലൈന്റ് ചെയ്യാൻ പറഞ്ഞു. ഒഫീഷ്യലായിട്ട് കമ്മീഷണർ ഓഫീസിൽ പോയി കംപ്ലൈന്റ് ചെയ്യുകയും ചെയ്തു. കംപ്ലൈന്റ് ചെയ്തപ്പോൾ അവിടെ അങ്ങനെ ഒരു അറസ്റ്റ് നടന്നതായിട്ട് അവർക്കൊരു ഇൻഫർമേഷനും ഇല്ല. മാഡം, എനിക്ക് 2:03 എക്സാക്ട്ലി എനിക്കിതിൽ പറയുന്ന എന്റെ ഫ്രണ്ട് നദീറിന്റെ ഫോണിൽ നിന്ന് ഒരു കോൾ വരികയുണ്ടായി. ഒരുപക്ഷെ ആ കോൾ ലൗഡ് സ്പീക്കറിലായിരിക്കണം. അപ്പോൾ അതിൽ നദീർ പറഞ്ഞ എന്താ കാര്യം എന്ന് വെച്ചാൽ, എന്റെ ഫാദർ എവിടെയെന്നുള്ള ഇൻഫർമേഷൻ ഞാനത് ഷെയർ ചെയ്തില്ലെങ്കിൽ, അത് SIT ടീമിന് കൊടുത്തില്ലെങ്കിൽ നദീറിനെയും പോളിനെയും അറസ്റ്റ് ചെയ്യുമെന്നാണ് പറഞ്ഞത്. പറഞ്ഞോളൂ. ഇത്രയേ ഉള്ളൂ മാഡം. അതിനുശേഷം ഞാൻ മീഡിയ കോൺടാക്ട് ചെയ്യാനും. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് താങ്കളുടെ കാർ എടുത്തു കൊണ്ടുപോകുന്നതിലൊരു പങ്കില്ലേ? താങ്കളുടെ വാഹനം പൊന്നാനി എത്തിയപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ ശേഷം GPS കട്ടാകുന്നു എന്നടക്കമുള്ള കാര്യങ്ങളാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. മാഡം, ആ സോഴ്സ് നിങ്ങൾ വീണ്ടും ചെക്ക് ചെയ്യണം. ഒന്ന്, എന്റെ കാർ എന്റെ ഫ്രണ്ട്സ് ഓടിച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പുറത്തെ സൈഡിലായിരിക്കും ഇരിക്കുന്നത്. അവർ ഒറ്റയ്ക്ക് എന്റെ കാർ എടുത്തോണ്ടും പോയിട്ടില്ല. എന്റെ കാർ ഈ അടുത്തൊന്നും പൊന്നാനിയിൽ പോയിട്ടില്ല. പൊന്നാനിയിൽ പോയത് എനിക്ക് മാസങ്ങൾക്ക് മുമ്പ് ഒരു സിനിമ ഷൂട്ടിന് വേണ്ടി മാത്രമാണ്. അല്ലെങ്കിൽ ഞാനത് വണ്ടി ഓടിച്ച് പൊന്നാനിയിലൊന്നും പോയിട്ടില്ല മാഡം. അതൊരു തെറ്റായ ഇൻഫർമേഷൻ ആണ്. നിങ്ങൾക്ക് പോലീസിന് അത്ര വിശ്വാസമാണെങ്കിൽ നിങ്ങൾ ആ GPS ലൊക്കേഷൻ രേഖ കാണിക്കാൻ പറയണം.
എന്റെ ഒരു GPS കട്ടായി വണ്ടി എന്നാണ് പൊന്നാനിയിലേക്ക് പോയിട്ടില്ല. ശരിയാണ്, പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ അങ്ങനെയാണ്. അത് പൂർണ്ണമായി വിശ്വാസത്തിലെടുത്തല്ല, അത് ചോദിച്ചതാണ് താങ്കളോട്. ഷഹീൻ, ഇപ്പോൾ പോലീസിൽ അത് നിന്നും ഞാനോ എന്റെ സുഹൃത്തുക്കളോ എന്റെ വണ്ടി എടുത്ത് അങ്ങനെ ഒരു ഡയറക്ഷനിലേക്കും പോയിട്ടില്ല, ശരി പ്രത്യേകിച്ച് പൊന്നാനി സൈഡിലേക്ക്. ശരി, നിയമത്തിന് കീഴടങ്ങുക എന്നുള്ളൊരു കാര്യമുണ്ടല്ലോ. ഇപ്പോൾ സിദ്ദിഖുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഗുരുതരമായ ആരോപണമാണ്. അദ്ദേഹം കൊച്ചിയിൽ തന്നെയുണ്ട് എന്നും ബന്ധുക്കൾ സംരക്ഷിക്കുകയാണ് എന്നടക്കമുള്ള വിവരങ്ങളാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്നത്. ഇതേക്കുറിച്ച് എന്താണ് പ്രതികരിക്കാനുള്ളത് ഷഹീന? മാഡം, ഇത് ഇൻഫർമേഷൻ മിക്കതും ഫോൾസ് ആണ് മാഡം. നിങ്ങൾക്ക് കിട്ടുന്ന മിക്ക ഇൻഫർമേഷൻ ഞങ്ങൾക്ക് തമാശയായിട്ടാണ് തോന്നുന്നത്. മിക്ക ഇൻഫർമേഷൻ ഇന്നാക്യുറേറ്റ് ആണ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ക്രെറ്റ കാർ എന്ന് പറയുന്നുണ്ട് മാഡം, ഒരു ബ്ലാക്ക് ക്രെറ്റ കാർ. അത് എവിടെ നിന്ന് ഉണ്ടായ ഒരു സൃഷ്ടിയാണെന്ന് എനിക്ക് അറിയില്ല മാഡം. പല ഇൻഫർമേഷൻ നിങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നത് കറക്റ്റ് അല്ല. നിങ്ങൾ വീണ്ടും ചെക്ക് ചെയ്താൽ നല്ലതായിരുന്നു. എന്തായാലും എനിക്ക് അറിയാവുന്ന പക്ഷം അദ്ദേഹം എവിടെയുള്ളതെന്ന് പോലും എനിക്കറിയില്ല. എന്തായാലും സുഹൃത്തുക്കളുടെ ബന്ധുക്കളുടെ വീട്ടിലല്ല. ഉണ്ടെങ്കിൽ തന്നെ എന്നോ പോലീസ് ഞങ്ങളെ പൊക്കേണ്ടതാണ്. നിങ്ങളെ ആരെയും ബന്ധപ്പെട്ടിട്ടില്ല? ഇല്ല മാഡം. എത്ര ദിവസമായിട്ട് ബന്ധപ്പെടുന്നില്ല? എനിക്ക് മനസ്സിലായില്ല മാഡം. ആര് ബന്ധപ്പെടുന്നില്ല? പിതാവ്. ഇല്ല, അല്ലെങ്കിൽ എങ്ങനെ ബന്ധപ്പെടാൻ പറ്റും മാഡം ഈ ഒരു സിറ്റുവേഷനിൽ? അത് ഒറ്റ കാര്യം പോലെ എന്റെ ഫാദർ എവിടെ നിന്ന് ട്രേസ് ചെയ്യാൻ. അങ്ങനെ ബന്ധപ്പെടുകയാണെങ്കിൽ അത് ഒരിക്കലും ഇന്റലിജന്റ് മൂവ് അല്ലല്ലോ. ഫോൺ ഓഫ് ആയിരുന്നു. ഒരു ഘട്ടത്തിൽ ഒരു 2 മണിക്കൂർ ഫോൺ ഓൺ ആയി എന്നടക്കമുള്ള വിവരങ്ങൾ പോലീസിൽ നിന്ന് ലഭിച്ചു. ഞാൻ ന്യൂസിലും കണ്ടിരുന്നു മാഡം. അത് ന്യൂസിലും കണ്ടിരുന്നു. അത് ആ സമയത്തൊന്നും നിങ്ങൾ ബന്ധപ്പെട്ടിട്ടില്ല അല്ലേ? ഇല്ല മാഡം. താങ്കൾ ഇതിനകത്ത് ഫിദിക്ക് എവിടാണ് എന്നുള്ളത് മകന് ഉത്തരമില്ല എന്ന് പറയുന്നു. ഏതായാലും അത് തുറന്നു പറയാനുള്ള സാധ്യത കുറവാണല്ലോ. അങ്ങനെ പറയുമോ? ഒരിക്കലും ഇല്ല. അതുപോലെ ഫിദിക്ക് ഫോൺ ചെയ്തോ എന്നുള്ള ചോദ്യത്തിന് ഇത്രയും നാളായിട്ടും ബന്ധപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് അത് കള്ളമാകാനാണ് സാധ്യത കൂടുതൽ. ഏതായാലും ഒരു മനുഷ്യരും ഇങ്ങനെ തല വെച്ച് കൊടുക്കത്തില്ലല്ലോ അല്ലേ? അത് തന്നെയാണ് സിദ്ദിഖിൻ്റെ മോൻ. അവരെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ, സിദ്ദിഖ് എവിടെയാണെന്ന് അവർക്കും വ്യക്തമായിട്ടറിയാം. അതുപോലെ സിദ്ദിഖിനെ ഒളിപ്പിച്ചു വെക്കാനും ആൾക്കാരുണ്ട് എന്നുള്ളത് 100% ഉറപ്പാണ്. ഏതായാലും സിദ്ദിഖിൻ്റെ മോൻ ബാക്കി പറയുന്നത്, സിദ്ദിഖിൻ്റെ മകൻ ഇവിടെ ഇല്ല, ഡൽഹിയിലാണ്. ഇപ്പോൾ പറയുന്ന ആരോപണം അനുസരിച്ച് സിദ്ദിഖിൻ്റെ മകൻ്റെ കാറും കൊണ്ടുപോയ 2 സുഹൃത്തുക്കളെ അറസ്റ്റ് ചെയ്തു. അത് പോലീസുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരെ പിടിച്ചിട്ടില്ല എന്നാണ് അറിയാൻ പറ്റുന്നത് എന്ന് പറയുന്നു. അതുപോലെ നേരത്തെ തന്നെ പറയുന്നു 1-2 പ്രാവശ്യം ഇതുപോലെ ഞങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു. അപ്പം പോലീസുകാർ വളരെ മാന്യമായ രീതിയിലാണ് പെരുമാറിയത് എന്നും പറയുന്നുണ്ട്. അപ്പം അതൊക്കെ കൃത്യമായുള്ള കാര്യമാണ്. ഇപ്പം ആശയം ഉന്നയിക്കുന്നത് ഈ ഒരു വിഷയത്തിൻ്റെ കയ്യിലാണ്. തൻ്റെ സുഹൃത്തുക്കളെ പിടിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളൊരാശയമാണ് ഉന്നയിക്കുന്നത്. നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കേൾക്കാം. ഇപ്പോൾ ഡൽഹിയിലുണ്ട്. നാളെ ഇപ്പോൾ സുപ്രീം കോടതി കേസ് എടുക്കുകയാണല്ലോ. എന്താണ് നിങ്ങളുടെ പ്രതീക്ഷ? പ്രാർത്ഥനയാണ് മാഡം. നമുക്ക് ഇതൊന്നും ഇവാലുവേറ്റ് ചെയ്യാനോ ജഡ്ജ് ചെയ്യാനോ സാധിക്കില്ല. എനിക്കറിയാം മീഡിയയിൽ നിന്ന് ഒരുപാട് പ്രൊഫഷണൽസ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. എല്ലാം പ്രഡിക്ഷൻസ് മാത്രമാണ്. ആക്യുറേറ്റ് ആയിട്ട് എന്ത് സംഭവിക്കുന്നു നാളെ അറിയാൻ പറ്റുള്ളൂ. അതിലുപരി നാളെ തന്നെ അറിയുമെന്നും എനിക്ക് ഡൗട്ട് ഉണ്ട്. ഇവിടുത്തെ പ്രൊസീജിയർ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് മാഡം. നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. ഇത് എപ്പോഴായിരിക്കും ഇതിന് തീരുമാനം വരെ ഒന്നും അറിയില്ല. എന്റെ വക്കീൽ പറഞ്ഞ പ്രകാരം ഞാൻ അവരുടെ ഒപ്പം നിൽക്കുന്നു. മുകുൾ റോത്തഗിയാണോ വാദിക്കാൻ എത്തുന്നത്? വാദിക്കാൻ എത്തുന്നുള്ള പ്രതീക്ഷയാണ് മാഡം. അങ്ങനെ വരുന്നു പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് അന്വേഷണ സംഘത്തിൽ നിന്നൊരു ഭീഷണി കുടുംബത്തിനുണ്ടോ? എന്താണ് അതേക്കുറിച്ച് പറയാനുള്ളത്? മാഡം ഇല്ല, അങ്ങനെ ഞാൻ ഇല്ലാത്ത കാര്യം പറയരുതല്ലോ. 2 തവണ SIT ടീം നമ്മുടെ വീട്ടിൽ വന്നതാണ്. അവർ നമ്മളോട് മോശമായി പെരുമാറിയിട്ടേ ഇല്ല. നമ്മളോട് ഒരു ക്രിമിനലിനോട് പെരുമാറുന്ന രീതിയിലുള്ള സ്വഭാവത്തിൽ അവർ പെരുമാറിയിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് സിദ്ദിഖിൻ്റെ ജാമ്യം കിട്ടുമോ എന്നുള്ളത് അവർക്കും വലിയ സംശയത്തിലാണ്. ഹൈക്കോടതി തള്ളിയൊരു കേസ് സുപ്രീം കോടതി അത് ഹൈക്കോടതിക്ക് എതിരായിട്ട് വിധിക്കണമെങ്കിൽ പുതിയ തെളിവുകൾ വേണം അല്ലേ? പിന്നെ സുപ്രീം കോടതിയിൽ അറിയപ്പെടുന്ന വക്കീലാണ് ഇത് വാദിക്കാൻ വേണ്ടി ചെയ്യുന്നത്. ഏതാനും ചിലപ്പോൾ ഒരുപക്ഷെ നാളെ ഇതിൻ്റെ തീരുമാനമാകില്ല എന്നും പറയുന്നുണ്ട്. ചിലപ്പം 1-2 ദിവസം കഴിഞ്ഞ് ഇത് മാറ്റിവെക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും സിദ്ദിഖിനെ പിടിക്കാൻ ബുദ്ധിമുട്ട് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ പോലീസ് തന്നെ ഒളിച്ചുകളി, സിദ്ദിഖ് എവിടെയാണെന്ന് അറിഞ്ഞിട്ടും പോലീസ് ഒളിച്ചുകളി നടത്തുന്നു എന്ന് നമുക്ക് കരുതേണ്ടി വരും. കാരണം സാധാരണക്കാരുടെ ഒരു വിഷയം, സാധാരണ ഒരു മനുഷ്യനായിരുന്നെങ്കിൽ എപ്പോഴേ പിടിക്കപ്പെട്ടേനെ, അന്നേരം തന്നെ എളുത്താക്കി പിടിച്ച് എവിടെ കടന്നതെന്ന് പറഞ്ഞാലും പിടിച്ചുകൊണ്ട് പോയതല്ലേ. അപ്പോൾ സിദ്ദിഖിനെ പോലുള്ളവർക്ക് സപ്പോർട്ടുണ്ട്, പുറമേ നിന്നും അകമേ നിന്നും എല്ലാം സപ്പോർട്ടുണ്ട്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞില്ലേ, കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സാണ് സിനിമാ മേഖലയിൽ നടക്കുന്നത്. അപ്പം സിദ്ദിഖിനെ പോലുള്ള ഒരാൾ അകത്ത് പോയി കഴിഞ്ഞാൽ സിനിമാ വ്യവസായത്തിന് ഒരു ഭയങ്കര ഒരു പ്രശ്നമായിരിക്കും. കാരണം ഒത്തിരി പടങ്ങൾ റിലീസ് ചെയ്യാനുണ്ട്, അത് സിദ്ദിഖുമായിട്ട് ബന്ധപ്പെട്ട്.
അതുപോലെ തന്നെ സിദ്ദിഖ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതും എഗ്രിമെൻ്റ് വെച്ചേക്കുന്ന ഒത്തിരി റോളുകളുണ്ട്. സിദ്ദിഖ് എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് മലയാള സിനിമയിലെ ഒരു അഭിവാജ്യ ഘടകമായിട്ട് മാറിയിട്ടുണ്ട്. എല്ലാ സിനിമയിലും സിദ്ദിഖിൻ്റെ മുഖം കാണാമെന്നുള്ളതാണ്. അപ്പം അങ്ങനെയുള്ള സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്താൽ അതിന് ഇപ്പം സിദ്ദിഖിനെ പറഞ്ഞ് കരാർ ഉറപ്പിച്ച് ഇങ്ങനെയൊക്കെ പുതിയ ആൾക്കാരെ കണ്ടെത്തണം. അതൊക്കെ ഒരു വലിയൊരു ഭാരിച്ച ഉത്തരവാദിത്വമാണ് സിനിമാ മേഖലയെ സംബന്ധിച്ച്. അതുകൊണ്ട് സിദ്ദിഖിൻ്റെ അറസ്റ്റ് തടയാൻ വേണ്ടി പല കോണിൽ നിന്നും പല രീതിയിലുള്ള സമ്മർദ്ദം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ സുപ്രീം കോടതിയാണ് അത് തീരുമാനിക്കുന്നത്. സുപ്രീം കോടതി എന്ത് പറയുന്നു എന്നതിനെപ്പറ്റി നമുക്ക് കാത്തിരിക്കാം. അതിനിടയിലാണ് സിദ്ദിഖിൻ്റെ മകൻ ഇപ്പോൾ ഉന്നയിച്ച ആരോപണങ്ങൾ നിലനിൽക്കുന്നത്. അത് ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ സിദ്ദിഖിൻ്റെ മകൻ്റെ സുഹൃത്തുക്കളെ പിടിച്ചുകൊണ്ട് പോകും. സിദ്ദിഖിൻ്റെ മകനെ പിടിച്ചുകൊണ്ട് പോയാൽ നമുക്കത് ന്യായീകരിക്കല്ലേ. സിദ്ദിഖിൻ്റെ മകൻ ഏതായാലും ഇവിടെ ഇല്ല, അത് ഡൽഹിയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള അവിടെ നിന്നുകൊണ്ടാണ് ഈ ആശയം ഉന്നയിക്കുന്നത്. ഏതായാലും കാര്യങ്ങളെല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. അതല്ലേ നമുക്ക് പറ്റത്തുള്ളൂ. നമ്മൾ സാധാരണക്കാരല്ലേ, കാത്തിരുന്ന് കാണുക തന്നെ. അപ്പം മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.